ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മെയിൽ വന്നിട്ട് നമ്മളെ കട്ട സബ്സ്ക്രൈബർ ആയിട്ടുള്ള പണ്ട് മുതലേ നമ്മളെ കൂടെ ഉള്ള ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ്. അപ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു മെയിൽ എനിക്ക് അയച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക, അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് വർത്താനം പറച്ചിലൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങിയാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ നടക്കുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു മസാലക്കറി ഉച്ചക്കത്തേക്കും കൂടി കണക്കാക്കി വെക്കാം. അപ്പോൾ മസാലക്കറിയും വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കട്ടെ. അതൊന്നും പിന്നെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ മാത്രമുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ സങ്കടങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ്, ഒരു സങ്കടവും ഇല്ലാത്തൊരു ലൈഫ് ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള സങ്കടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് മാത്രമുള്ള ഒരു സംഗതിയല്ല ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു പ്രശ്നങ്ങളെ വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും ഓരോന്നും ഓരോരുത്തരെ സംബന്ധിച്ച്, ഇപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേ സങ്കടങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റും നമ്മളെ ലൈഫിൽ നിന്ന്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കല്ലേ. നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലും നമ്മൾ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പെട്ടെന്നൊരു അവഗണന നമുക്ക് കിട്ടുക എന്ന് പറയുമ്പം അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അല്ലേ. അങ്ങനെ ആരൊക്കെ നമ്മൾ തള്ളിക്കളയണം അല്ലെങ്കിൽ ആരൊക്കെ നമ്മൾ പരിഗണിക്കണം, ചേർത്ത് പിടിക്കണം, അതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരുത്തർക്കുള്ള സ്വാതന്ത്ര്യമാണല്ലേ. ആ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ബഹുമാനിക്കണം. ആരെങ്കിലും നമ്മൾ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി. അത് ഓരോ സ്വാതന്ത്ര്യമാണ്. നമ്മൾ അവഗണിക്കണോ അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കണോ എന്നുള്ളത് ഓരോ സ്വാതന്ത്ര്യമാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. അതും ആലോചിച്ച് നമ്മളിങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ, അതിൻ്റെ കാനേശുമാരി എടുക്കാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങനെ സങ്കടപ്പെട്ട് കുത്തിരിക്കേ ഉണ്ടാവുള്ളൂ. നമ്മളെ പരിഗണിക്കണം അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കണം കുറേ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും. ആ ആൾക്കാരെ കണ്ടുപിടിക്കുക. ഓരെ കണ്ടെത്താൻ പറ്റാണ്ടാവുമ്പോഴാണ് നമ്മൾ ആ ഒരു ഓരെ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് ഈ അവഗണനകളൊക്കെ ഭയങ്കര സങ്കടമായിട്ട്, സഹിക്കാൻ പറ്റാത്ത സങ്കടമായിട്ട് മാറണത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവഗണിക്കണവരെ പുറകെ നടന്നിട്ട് അവഗണന ഏറ്റുവാങ്ങിയിട്ട് അത് സങ്കടമാക്കി അത് മനസ്സിലിങ്ങനെ കൊണ്ടുവച്ച് വലിയൊരു ഭാരമാക്കിയിട്ട് അങ്ങനെ ജീവിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ജീവിതം ജീവിച്ച് തീർക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. പിന്നെയുള്ള കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് നന്ദിയില്ലായ്മ അല്ലേ. അതും ഈ പറഞ്ഞ പോലെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഈ നന്ദിയില്ലായ്മ എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മളെ മക്കളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും ഒരു നന്ദി വാക്ക് പോലും ഒരു പറയണില്ലല്ലോ. അതാലോചിച്ച് നമ്മൾ കുറേ സങ്കടപ്പെട്ട് കുത്തിരിക്കും അല്ലേ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിർബന്ധമായിട്ട് നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിർബന്ധമായിട്ടൊരു നന്ദി പറച്ചിൽ ഓരോരുത്തർ നിന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുമ്പം അങ്ങനെ പ്രതീക്ഷ നിൽക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷ അസ്ഥാനത്തെ പ്രതീക്ഷയാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇതുപോലെ നമുക്കതൊരു സങ്കടമായിട്ട് മാറുന്നത്. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സങ്കടം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് നന്ദി അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും ഈ നന്ദി പറയുന്നുണ്ടോ, നമുക്ക് പല ഉപകാരങ്ങളും നമ്മളെ ലൈഫിൽ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഓരോടൊക്കെ തിരിച്ച് നമ്മളും ഈ നന്ദി പറയണുണ്ടോ എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ തീരും ഈ പ്രശ്നങ്ങളൊക്കെ. നമ്മളങ്ങനെ നന്ദി പറയാൻ വിട്ടുപോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിയൊരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മളെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തിരിച്ചോരിങ്ങോട്ടൊരു നന്ദി പറയണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ വെക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ കുറേ സങ്കടങ്ങൾ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരതമ്യം ചെയ്ത് സങ്കടപ്പെടുക എന്നുള്ളത്, അതിൽ PhD എടുത്ത ആൾക്കാരായിരിക്കും നമ്മൾ ഭൂരിഭാഗം ആൾക്കാരില്ല. ഞാനും ആ കൂട്ടത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം വീഡിയോസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പം അധിക വീഡിയോസിലും പറയലുണ്ട് ഒരിക്കലും റിയൽ ആയിട്ടുള്ള ലൈഫും റിയൽ ലൈഫ് എന്ന് പറയുന്നതും രണ്ടാണെന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ലൈഫിലുള്ള എത്രയോ കുറഞ്ഞൊരു സമയമാണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് ഒരാളെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓർക്കും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു
ഈ ഒരു കാര്യമാണ് എൻ്റെ ലൈഫിലുള്ള പോസിറ്റീവായിട്ടുള്ള ഈ ഒരു കാര്യമാണ് എനിക്ക് വ്യൂവേഴ്സായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഒരു ഷെയർ ചെയ്യുള്ളൂ. ഓരോ ലൈഫിൽ സംഭവിക്കുന്ന വേറെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അതൊന്നും എനിക്ക് വ്യൂവേഴ്സായിട്ട് ഷെയർ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ബ്ലോഗായിട്ട് കാണിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ഹാപ്പി മൂമെൻ്റ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മളും വിചാരിക്കാവൂ എന്താ പറയുക എന്തൊരു ലൈഫാണ് ഓരോ ലൈഫ് എന്നൊക്കെ പറയണത്, എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റണില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ ലൈഫൊക്കെ ഇതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ലൈഫാണ്, അങ്ങനെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്തിട്ട് നമുക്ക് സങ്കടപ്പാട് വിളിച്ചു വരുത്തുന്ന ആൾക്കാരാണ് നമ്മൾ അധികം ആൾക്കാർ. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ PhD എടുത്ത ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും അല്ലേ. ഇതുപോലെ ഒരു കാര്യം ഇല്ലാണ്ട് വേറൊരാൾക്കാരുള്ള കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ട് താരതമ്യം ചെയ്ത് സങ്കടപ്പെട്ട് കുത്തിരിക്കുന്ന പരിപാടിക്ക് ഒരു അന്ത്യം വന്നത്, അതിലൊരു വെളിവും വെള്ളിയാഴ്ച എനിക്ക് കിട്ടിയത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ട സമയത്ത് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച കുറച്ച് കാര്യങ്ങളാണ്. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 കോടി ഒരാൾ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈയും കാലും നമ്മൾ അവർക്ക് കൊടുക്കുമോ? അങ്ങനെ ഒരാൾ പറയുകയാണ്, ഒരു 10 കോടി ഞാൻ നിങ്ങൾക്ക് തരാം. 10 കോടി പോട്ടെ, ഇപ്പോൾ 1 കോടി ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളെ 2 കൈയും കാലും എനിക്ക് നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഉത്തരം? ഒന്നും ആലോചിക്കാനില്ല അല്ലേ, നമുക്ക് തരൂലെന്നല്ലേ നമ്മൾ പറയുള്ളൂ. അതുപോലെ തന്നെ നേരെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് ഓനിത് ഈ ചോദ്യം ഇമ്മാതിരി കുരിഷ്ട ചോദ്യം നമ്മളോട് ചോദിച്ചെന്നുണ്ടെങ്കിൽ കാരണം നോക്കി 2 പൊട്ടിക്കും ചെയ്യും നമ്മൾ വേണമെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ആ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് വെക്കാം. നമ്മൾക്ക് എത്രയോ കോടികൾ വിലമതിക്കാനാവാത്ത കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു ശരീരം എന്ന് പറയണത് അല്ലേ. നമ്മളെ ശരീരത്തിലുള്ള ഓരോരോ കാര്യങ്ങളായാലും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തൊന്ന് വെച്ച് നോക്കുക. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്. ശരിക്കും നമ്മൾ ഭാഗ്യവതിയാണെന്നുള്ളത് അന്നേരമാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്കുള്ള സങ്കടപ്പാടുകളും നമ്മൾ ഈ താരതമ്യം ചെയ്യുന്ന പരിപാടി അതോടെ നമ്മൾ അവസാനിപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ ഈ എല്ലാ സങ്കടപ്പാടുകളും ഇതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം ഞാൻ കേട്ട് കഴിഞ്ഞാലാണ് എനിക്കതിലൊരു വെളിവും വെള്ളിയാഴ്ചയും വന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ താരതമ്യം ചെയ്ത് സങ്കടപ്പെടുന്ന പരിപാടി നമ്മൾ ചെയ്യാൻ നിൽക്കലില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു വിലപിടിപ്പുള്ള ഈ ഒരു ശരീരത്തിന് അതിലുള്ള ഓരോരോ കാര്യങ്ങളായാലും നമ്മൾ അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളൊരു ലിസ്റ്റ് ഇട്ട് വെറുതെ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതി നോക്കുക. നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ആ ഒരു കാര്യങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. നമ്മളോട് ഇതുപോലെ എഴുതാൻ കുറച്ച് നെഗറ്റീവ് നമ്മളെ ലൈഫിലുള്ള നെഗറ്റീവ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങളും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതി തീർക്കുക നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവിനെ പറ്റി ചിന്തിക്കേ വേണ്ട. നമ്മളെ ലൈഫിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നൊരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ കുത്തിരുന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഓരോന്ന് എഴുതുന്ന സമയത്ത് കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെ നിങ്ങൾക്ക് ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടിയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ എഴുതി അതൊക്കെ ഒന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ എത്ര ഭാഗ്യവതിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ അത്ഭുതമാവും നമ്മൾ എത്ര ഭാഗ്യവതിയാണെന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മളുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കുറേ സങ്കടങ്ങൾ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ തോറ്റുപോകും നമ്മളെ ലൈഫിൽ നമ്മൾ തോറ്റു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, തെറ്റ് പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലേ. അപ്പോൾ തെറ്റ് പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവും, തോറ്റു പോകുന്ന കാര്യങ്ങളുണ്ടാവും. തെറ്റ് പറ്റിയാൽ ആ ഒരു തെറ്റ് മനസ്സിലാക്കി തിരുത്തുക, പിന്നെ ആ ഒരു തെറ്റ് ആവർത്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. തോറ്റു പോയി കഴിഞ്ഞാൽ വീണടുത്ത് തന്നെ അവിടെ കിടന്ന് ഉരുണ്ട് അവിടെ തന്നെ കിടക്കാണ്ട് അവിടുന്ന് എണീറ്റ് ആ വീണടുത്ത് നിന്ന് എണീക്കുക എന്നുള്ളതാണ് വിജയം എന്ന് പറയണത് അല്ലേ. ആ വീണടുത്ത് തന്നെ കിടക്കാൻ സുഖമുള്ള പരിപാടിയാണ്. പക്ഷേ കുറച്ചൊരു എഫേർട്ട് എടുത്തിട്ട് ആ വീടടുത്ത് നിന്ന് എണീക്കുക എന്നുള്ളത് കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്. ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ വിജയിച്ചെന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ലൈഫിൽ ഇതുപോലെ മുന്നോട്ട് പോവാൻ സങ്കടങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് നമുക്ക് ഉണ്ടാവും. അന്നേരം നമുക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മളെ ലൈഫിനെ കാണരുത്. ഓരോ നിമിഷം ഈ ഒരു നമ്മളെ കയ്യിലുള്ള ഈ ഒരു നിമിഷം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അടുത്തൊരു നിമിഷം നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കഴിഞ്ഞു പോയ നിമിഷത്തിന് നമുക്ക് തിരിച്ച് കൊണ്ടുവരാനും പറ്റില്ലല്ലേ. അപ്പം ഈ ഒരു നിമിഷത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ഈ ഒരു നിമിഷം ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മളെ ലൈഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങൾ നമ്മളെ ലക്ഷ്യങ്ങൾ അതൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ അങ്ങനെ വിചാരിച്ചൊരിക്കലും നമ്മളെ ലൈഫിൽ അങ്ങനെ നമ്മൾ ജീവിക്കാൻ നിൽക്കരുത്. ഈ ഒരു പ്രസൻറ്റിനെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ സങ്കടങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേരെ പിന്നെതാ അലക്കും പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് അവിടെ കൊണ്ട് ആറിടാന്ന് വിചാരിച്ച് ഏട്ടന് ചെറിയൊരു പനീൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് അത് വഷളാവണതിന് മുമ്പേ, ഇപ്പോൾ വൈറൽ പനി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, അപ്പോൾ അത് വഷളാവണതിന് മുമ്പേ ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച്
അങ്ങനെ ഇത് ആറിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ കുറച്ച് ഉച്ചക്കത്തേക്കും കൂടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നന്ദൂട്ടൻ ഇതാ ഓൻ ഇങ്ങനെ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ ഇതാ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാണ്. ഏട്ടൻ്റെ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശിഖമോളും ഉണ്ട് സഹായത്തിന്. രണ്ടാൾ അടി ഉണ്ടാക്കുന്നുണ്ട് ഇടയ്ക്ക്. എന്നാലും വേണ്ടിയില്ല, വണ്ടിയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് അത് കഴിഞ്ഞാൽ നമ്മളെ ഫാൻ ഉണ്ടല്ലോ, ആ ഫാനും എടുത്ത് കൊണ്ടുവന്ന് അതൊന്ന് അഴിച്ചിട്ട് നല്ലോണം ഞാൻ കുറേ ദിവസമായി പറയണം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഓനെ ഏൽപ്പിച്ചെടുത്ത പണികളാണ്, ഫാന് പൊടി തട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ ഈ ഒരു ഫാന് ഫുള്ള് കഴിച്ചെടുത്തിട്ട് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ ഓന് ഒരു മടിപ്പണിയാണ്. അപ്പോൾ അത് അവിടെ കട്ടെ, ബാക്കി ഫാനൊക്കെ ഞാൻ തുടച്ചില്ലേന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ച തുടച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വേഗം തന്നെ മൂപ്പർ തന്നെ പോയി എടുത്ത് കൊണ്ടുവന്ന് നല്ല പൊടി ഉണ്ടായിട്ടുണ്ട്. അപ്പം മൂപ്പർ തന്നെ പോയി എടുത്തൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വൃത്തിയാക്കി അതൊക്കെ ഫിറ്റ് ചെയ്ത് ഓൻ തന്നെ ഫിറ്റ് ചെയ്ത് അതൊക്കെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. അപ്പം അങ്ങനെ ആ പരിപാടിയിലാണ്. മക്കളൊക്കെ അങ്ങനെയുള്ള കിരിപ്പിത്തിരി പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഇതാ നമ്മൾ പറഞ്ഞ പോലെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഏട്ടനെയും കൊണ്ടുവന്ന് ഹെൽത്ത് സെൻറ്ററിൽ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചതിട്ടോ, കാണിക്കാൻ പോകണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചില്ലറ പണികളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്നങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഏട്ടനിപ്പോൾ പനി ആയതുകൊണ്ട് ഏട്ടന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏട്ടന് ഇതാ കഞ്ഞി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് ഞങ്ങൾക്ക് മക്കളൊക്കെ ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറിൻ്റെ പണികളൊക്കെ അതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറിന് അരിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു വല്ലാത്തൊരു അലമ്പ് പിടിച്ചൊരു കുക്കിംഗ് പോലെ ഇനി കേട്ടോ. എനിക്കും ഏകദേശം ഈ വൈറൽ പനിയാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വന്നു കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എനിക്ക് തലവേദനയും മേലും കൈയും വേദനയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടാളും കാണിക്കേണ്ട അവസ്ഥയിൽ എത്തുന്നതാണ് എനിക്കും തോന്നുന്നത് കേട്ടോ. എന്തായാലും വൈറൽ പനി വരും, മക്കൾക്ക് വരരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് സഹിച്ച് പിടിക്കാമെന്നായിരിക്കും. മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ്. അത്രയും നല്ല ശക്തിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു വൈറൽ പനി എന്ന് പറയുന്നത്. ഏട്ടൻ തന്നെ 2 ദിവസമായിട്ടോ പനി ഇങ്ങനെ മേലും കൈയും വേദനയ്ക്കായിട്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് മേലും ജോയിൻ്റൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്തായാലും ഡോക്ടറെ പോയി കാണിക്കാം. അങ്ങനെ ഇങ്ങനെയൊന്നും ഡോക്ടറെ കാണിക്കാൻ നിൽക്കില്ല കേട്ടോ. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ്, ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനായാലും അങ്ങനെ തന്നെയാണ്. നല്ല അത്രയും ഗത്യന്തരമില്ല, 3 ദിവസം ഒന്ന് കാത്തു നോക്കും പനി വന്നു കഴിഞ്ഞാൽ. അതും കഴിഞ്ഞിട്ട് ഗത്യന്തരം ഇല്ലയെന്ന് തോന്നുമ്പോഴാണ് കാണിക്കാൻ പോലുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ സംഗതി നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊന്ന് കാണിക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അടുക്കളയിലുള്ള ഉച്ചയ്ക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ എന്താ പറയുക, ഒരു 8-10 എന്നുള്ള ഒരു കളി പോലെയാണ് കേട്ടോ. കുറേ പണിയെടുക്കും, പിന്നെ അവിടെ ഇരിക്കും ഒരു ക്ഷീണം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്ഷീണം നമ്മളെ പണിയിലും കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പാത്രം കഴുകലും പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മളെ ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് ആണ് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ തവയാണ്, കാസ്റ്റ് അയണിൽ വരുന്ന തവയാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ണ് പൊട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇൻഡസ് വാലി കുക്ക് വെയർസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു വെള്ള അലർജി ഉള്ള ആൾക്കാരാണ് കേട്ടോ ഇവർ. അപ്പോൾ ഉപയോഗിച്ച് നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ വെള്ളമൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം നമ്മൾ കുക്കിംഗ് ഓയിൽ എന്താണോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ അതൊന്ന് ചെറിയൊരു ലെയർ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേടും ഇല്ലാണ്ട് നമുക്ക് കുറേ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പ്രീ സീസൺഡ് ആയിട്ട് വരുന്ന പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുക്ക് വെയർ ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇതാ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുക്കിങ്ങിൻ്റെ ബാക്കി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് മാന്തൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന് ഒന്ന് തണുപ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ ഇന്നലെ രാത്രിത്തെ ഡിന്നറിന് നമുക്ക് മമ്പയറാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ട്. ഞാൻ പിറ്റേന്ന് ഉച്ചക്കത്തേക്കും കൂടി കണക്കാക്കിയിട്ട് വെക്കലാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് പിന്നെ നമുക്ക് മസാലക്കറി ഉണ്ടല്ലോ, രാവിലെ വെച്ച മസാലക്കറി ഉണ്ട്, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇതാ ചോറും റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റാണ്. അങ്ങനെ ഇതാ നമ്മൾ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ഒതുക്കി അടുക്കള അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിതാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലാണ് കാണിച്ചത്. കല്ലുനിര ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ. അടിപൊളി ഹെൽത്ത് സെൻ്ററാണ്. എന്താ പറയുക, നല്ല നീറ്റായിട്ടുള്ള, അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലേന് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല നീറ്റായിട്ടുള്ള ഹെൽത്ത് സെൻ്ററാണ്. അവിടെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് വേഗം തന്നെ കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് തൊട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷുഗറും പ്രഷറൊക്കെ നോക്കി ഡോക്ടറെയും കാണിച്ച് അവിടുന്ന് മരുന്നും കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
പിന്നെ ഇതാ നമ്മൾ ഡേമാർട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട, നിങ്ങൾ വീട്ടിൽ കിടന്നോ എന്ന് പറഞ്ഞു. പനിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ പുറത്തിങ്ങനെ ഇറങ്ങി നടക്കണത് ശരിയല്ലല്ലോ, ഒന്നാമത് വൈറൽ പനിയും കൂടി ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഏട്ടൻ വീട്ടിലേക്ക് പോയി, ഞാനൊരു ഓട്ടോറിക്ഷയും കൂട്ടിയിട്ട് ഡേമാർട്ടിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡേമാർട്ടിൽ നിന്ന് പുതിയ വാങ്ങിയ മോപ്പാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ആ മോപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഒന്ന് തുടയ്ക്കണം എന്നുള്ളൊരു ഉഷാറ്, വല്ലാത്തൊരു ആക്രാന്തം പോലെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും സാധനം പുതിയത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉഷാറായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. 599 അതിൻ്റെ മുകളിൽ കണ്ടത്. അപ്പോൾ 499 കിട്ടിയത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഒരു മോപ്പ് കുറേ ആയി വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മോപ്പൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലും പിന്നെ ഇന്ന് തുടയ്ക്കേണ്ട ഒരു ദിവസം ആയതുകൊണ്ടും കുറച്ച് കച്ചറ ആയതുകൊണ്ടും തുടയ്ക്കൽ അങ്ങോട്ട് ഗംഭീരമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് തുടച്ചങ്ങോട്ട് ഇട്ട്. പിന്നെ ഈ മോപ്പ് വെച്ച് തുടയ്ക്കണതുണ്ടല്ലോ, എനിക്കതിൻ്റെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടാത്തതിനെ കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഒരു സ്ട്രെയിൻ ചെയ്തിട്ട് തുടയ്ക്കണ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഈ മോപ്പ് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് എനിക്ക് എന്നാലും ആ ഇരുന്ന് തുടയ്ക്കണ ആ ഒരു ഉഷാറ്, ഇരുന്ന് തുടച്ച് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഉഷാറ്, അതുപോലെ തന്നെ ആ ഒരു വൃത്തിയൊന്നും എനിക്ക് ഈ മോപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടലില്ല കേട്ടോ. പിന്നെ ഡെയിലി ഇങ്ങനെ തുടയ്ക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതുപോലെ തുടച്ചിട്ട് പിന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് തുടച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്. അപ്പോൾ ഈ മോപ്പ് വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടായിട്ടായിരിക്കും കേട്ടോ. ചില ആൾക്കാരൊക്കെ തുടച്ചത് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല നീറ്റിൽ കിടക്കണത് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കുളി അങ്ങോട്ട് പാസ്സാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു കുളി അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ഉഷാറ് കിട്ടും. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മാമാഅർത്ത് ബ്രാൻഡുകളായിട്ട് പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ മാമാഅർത്ത് ബ്രാൻഡിൻ്റെ ലെമൺ അതുപോലെ തന്നെ ജിഞ്ചർ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂവും കണ്ടീഷണറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ മാമാഅർത്ത് പ്രൊഡക്ട്സിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രൊഡക്ട്സ് പാരബൺ സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ് മാമാഅർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാമാഅർത്തിൻ്റെ ലെമൺ ജിഞ്ചർ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഷാമ്പൂ കണ്ടീഷണർ, ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലെമൺ എന്ന് പറയുന്നത് ഡാൻഡ്രഫ് പോകാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ വല്ലാത്തൊരു ഇച്ചിങ് ആയിട്ടുള്ള സ്കാൽപ്പിന് ഒരു സൂത്തിങ് ഫീലിംഗ് തരുന്ന ഒരു ഷാമ്പൂ ആണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു ഷാമ്പൂ. അതുപോലെ ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജിഞ്ചറും കൂടിയാണ്. ജിഞ്ചർ എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അത് നമ്മളെ സ്കാൽപ്പിന് നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ, സ്കാൽപ്പിൻ്റെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ഇത്ര വിസ്തരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പണ്ട് മുതലേ ഈ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറലി ഉപയോഗിക്കുന്ന ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൻ്റെ കോമ്പിനേഷനാണല്ലേ ഈ ലെമൺ ജിഞ്ചർ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹോം റെമഡി ആയിട്ട് അല്ലെങ്കിൽ DIY മെത്തേഡിൽ എന്നും നമുക്കത് അപ്ലൈ ചെയ്യാന്നുള്ളത്, ഈ ലെമണും ജിഞ്ചറും എടുത്ത് അതിൻ്റെ ജ്യൂസ് അപ്ലൈ ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ലല്ലേ. അപ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ ഒരു ക്ലംസി ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഈ ഡാൻഡ്രഫ് പിന്നെയും വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് മാമാഅർത്ത് ഇതുപോലെ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ജിഞ്ചറിൻ്റെയും ലെമണിൻ്റെയും ആ ഒരു നാച്ചുറൽ ഗുഡ്നെസ്സോട് കൂടിയിട്ട് ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും ഈ ഒരു കോമ്പിനേഷനിൽ ലോഞ്ച് ചെയ്തത് കേട്ടോ. ഈ വിൻ്റർ സീസണിൽ മുടി മൊത്തം ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് വന്നിട്ട് ഒരു തരം ചൊറിച്ചിലും എന്താ പറയുക മുടി പൊട്ടിപ്പോവുക, അങ്ങനെ മൊത്തത്തിൽ മുടീനെ സംബന്ധിച്ച് സീൻ കോൺട്ര ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഒരു വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ നിങ്ങളെ മുടിക്കുള്ള നല്ലൊരു ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ് മാമാഅർത്തിൻ്റെ ഈ ലെമൺ ജിഞ്ചർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഷാമ്പൂവും കണ്ടീഷണറും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോൺ, പർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഇവർക്കിപ്പം ഓഫ്ലൈൻ പ്രസൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഓഫ്ലൈനായിട്ട് മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണമെന്ന്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ഒബ്രോൺ മോളിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിന് കേട്ടോ. കമൻറ്റ് ഞാൻ കണ്ടിന്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പ്രസൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. പിന്നെ അവർ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് നമ്മൾ അബിന 2023 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ടും കൂടി കിട്ടും. ഒഫീഷ്യൽ ആപ്പ് വഴി, ഇവർക്ക് ഒഫീഷ്യൽ ആപ്പ് ഉണ്ട്, ആപ്പ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഇതാ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധമാണ്. നന്ദുവിന് ഹിന്ദി, മാത്സ് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുത്തിരിക്കുക എന്നുള്ളതാണ്, പഠിക്കാനിരുന്നതാണ്. അപ്പോൾ ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ
പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി. ഇനിയിപ്പോൾ എപ്പോഴാണ് ഞാൻ കിടന്നു പോകുകയെന്ന് അറിയില്ല. അത്രയും തലക്കുത്തലും എന്താ പറയുക, തലക്കൊരു കനം പോലെയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നന്ദൂട്ടൻ്റെ കാര്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി സെറ്റാക്കി ഒന്ന് കൊടുത്ത് ചെറിയ ചെറിയ നോട്ടൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ വേഗം പഠിച്ചെടുത്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.